കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു താൽക്കാലിക മോചനത്തിനു വേണ്ടിയാണ് ആനന്ദ് ആ യാത്ര തുടങ്ങിയത്. അമ്മയുടെ മരണശേഷം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന തറവാട് വിൽക്കാൻ തീരുമാനിച്ചത് അവനായിരുന്നു. അതൊരു ആവശ്യമായിരുന്നു, അല്ലാതെ ഗൃഹാതുരത്വം കൊണ്ടായിരുന്നില്ല. അവൻ്റെ ഓർമ്മകളിലെ തറവാടിന് എന്നോ മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ അത് അവന് വിൽക്കാനുള്ള ഒരു വീട് മാത്രമായിരുന്നു. വണ്ടി ഗ്രാമത്തിലെ ഇടുങ്ങിയ ടാർ റോഡിൽ നിന്ന് വീടിൻ്റെ പടിപ്പുരയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഒരു തരം മടുപ്പ് നിറഞ്ഞു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ മുറ്റമൊക്കെ ആകെ കാട് പിടിച്ചു കിടക്കുകയാണ്. പെയ്തു തോർന്ന ഒരു മഴയുടെ നനവ് അപ്പോഴും മണ്ണിൽ ബാക്കിയുണ്ടായിരുന്നു. താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ താക്കോലെടുത്ത് അവൻ ആ വലിയ മരവാതിലിൻ്റെ മണിച്ചിത്രത്താഴ് തുറന്നു. ആ വാതിൽ തുറന്നപ്പോൾ പഴകിയ തേക്കിൻ്റെയും പൊടിയുടെയും അടഞ്ഞുകിടന്ന മുറികളുടെയും ഒരു ഗന്ധം അവനെ പൊതിഞ്ഞു. അകത്തേക്ക് കയറി അവൻ ജനലുകളെല്ലാം തുറന്നിട്ടു. വെളിച്ചം അകത്തേക്ക് വന്നപ്പോൾ വായുവിൽ പറന്നു നടക്കുന്ന പൊടിപടലങ്ങളെ അവന് കാണാമായിരുന്നു. പൂമുഖവും നടുമുറ്റവും ഇരുട്ട് നിറഞ്ഞ കിടപ്പുമുറികളും എല്ലാം നിശബ്ദമായിരുന്നു. അവൻ്റെ കാലൊച്ചയല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. ഒരാഴ്ച കൊണ്ട് ഇവിടം വൃത്തിയാക്കി വിൽക്കാൻ വരുന്നവർക്ക് കാണാൻ പാകത്തിലാക്കണം, അവൻ മനസ്സിൽ കണക്കുകൂട്ടി. ആദ്യത്തെ ദിവസം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയിൽ നിന്ന് തുടങ്ങാൻ അവൻ തീരുമാനിച്ചു: മച്ച് വൃത്തിയാക്കൽ. ഏണിപ്പടി കയറി മച്ചിലെത്തിയപ്പോൾ അവനെ വരവേറ്റത് ഇരുട്ടും എട്ടുകാലി വലകളും ആയിരുന്നു. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവൻ ചുറ്റും കണ്ണോടിച്ചു. പഴയ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. പൊട്ടിയ കസേരകൾ, കീറിയ പായകൾ, പഴയ ഓട്ടുപാത്രങ്ങൾ. ആ കൂമ്പാരത്തിൻ്റെ ഒരറ്റത്തായി, പഴകിയ ഒരു പായയുടെ അടിയിലായി അവൻ അത് കണ്ടു. ഇരുണ്ട നിറത്തിലുള്ള വലിപ്പമേറിയ ഒരു മരപ്പെട്ടി. അതിൽ കാര്യമായ കൊത്തുപണികളൊന്നുമില്ലായിരുന്നു. പക്ഷേ നല്ല ഭാരവും ഉറപ്പുള്ള ഒന്നാണെന്നു കണ്ടാലറിയാം. അവൻ അതിനടുത്തേക്ക് ചെന്നു. പെട്ടി ഒരു പഴയ തുരുമ്പിച്ച പൂട്ടുകൊണ്ട് പൂട്ടിയിരുന്നു. വിചിത്രമായൊരു പൂട്ട്. അകത്ത് എന്തായിരിക്കും? മുത്തശ്ശിയുടെ പഴയ ആഭരണങ്ങളോ അതോ വിലപിടിപ്പുള്ള രേഖകളോ? ആനന്ദിൻ്റെ ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു. അവൻ ആ പൂട്ട് ബലമായി വലിച്ചു നോക്കി. അത് ഇളകിയില്ല. പെട്ടി തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നിരാശയോടെ അവൻ ആ പെട്ടി താഴേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിന് പ്രതീക്ഷിച്ചതിലും ഭാരമുണ്ടായിരുന്നു. ഏണിപ്പടികളിലൂടെ കഷ്ടപ്പെട്ട് അവൻ വലിച്ചിറക്കി. താഴെ ഇടനാഴിയുടെ അറ്റത്തുള്ള ഒരു ഒഴിഞ്ഞ മുറിയിൽ അവൻ അത് കൊണ്ടുവച്ചു. അന്ന് പകൽ മുഴുവൻ വൃത്തിയാക്കൽ ജോലിയായിരുന്നു. രാത്രി ആയപ്പോഴേക്കും അവൻ ക്ഷീണിതനായി. കുളി കഴിഞ്ഞ് കയ്യിൽ കരുതിയ ഭക്ഷണവും കഴിച്ച് അവൻ കിടക്കാനായി മുറിയിലേക്ക് പോയി. പെട്ടിയിരിക്കുന്ന മുറിയുടെ എതിർവശത്തുള്ള മുറിയാണ് അവൻ തിരഞ്ഞെടുത്തത്. പുറത്ത് കാറ്റ് പതിയെ വീശുന്നുണ്ടായിരുന്നു. ദൂരെ എവിടെയോ ഇടിമുഴങ്ങുന്ന ശബ്ദം. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പഴയ തറവാട്ടിലെ നിശബ്ദത അവന് അരോചകമായി തോന്നി. പതിയെ അവൻ മയക്കത്തിലേക്ക് വഴുതി വീണു. സമയം എത്രയായെന്നറിയില്ല. നേരത്തെ ഒരു ശബ്ദം കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്നുണർന്നത്. അവൻ്റെ മുറിയുടെ വാതിലിൽ ആരോ വളരെ പതുക്കെ മുട്ടുന്നു. കാറ്റുകൊണ്ട് ജനൽപ്പാളി അടഞ്ഞതാവാം എന്ന് അവൻ ആദ്യം കരുതി. അവൻ അനങ്ങാതെ കിടന്നു. വീണ്ടും അതേ ശബ്ദം. ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായി. വളരെ മര്യാദയോടെ, ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുപോലെയുള്ളൊരു മുട്ടൽ. അവൻ ഉറക്കച്ചടവോടെ വിളിച്ചു ചോദിച്ചു: ആരാ? ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ വാതിലിൻ്റെ മറുവശത്തു നിന്നും നേർത്ത, പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ ശബ്ദം ഒരു മന്ത്രണം പോലെ അവൻ്റെ കാതുകളിലെത്തി. ആ ശബ്ദം വളരെ വ്യക്തമായിരുന്നു, പക്ഷേ അത് ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നതെന്ന് തോന്നി. മോനെ, എനിക്കെൻ്റെ പെട്ടിയിലേക്ക് തിരികെ പോകണം. ആ വാക്കുകൾ കേട്ടതും ആനന്ദിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൻ്റെ ഉറക്കം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു. ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ആരാണിത്? ഈ രാത്രിയിൽ ഈ വീട്ടിൽ താനല്ലാതെ മറ്റാരുമില്ല. അവൻ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഇരുട്ട് നിറഞ്ഞ ഇടനാഴി, ശൂന്യം. ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. അവൻ ഇടനാഴിയുടെ അങ്ങേയറ്റം വരെ നടന്നു നോക്കി. ആരുമില്ല. മുൻവശത്തെ വാതിൽ അവൻ കിടക്കുന്നതിന് മുൻപ് അകത്തുനിന്ന് ഭദ്രമായി അടച്ചതാണ്. അവൻ ഓടിച്ചെന്ന് പരിശോധിച്ചു. അതെ, അത് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. തനിക്ക് തോന്നിയതാവണം. ഈ വീടിൻ്റെയും ഈ അന്തരീക്ഷത്തിൻ്റെയും ഒരു തോന്നൽ, ഒരു തരം ഹാലൂസിനേഷൻ. അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുറിയിൽ തിരിച്ചെത്തി ലൈറ്റിട്ട് അവൻ കട്ടിലിൽ ഇരുന്നു. നെഞ്ചിലെ ഭാരം ഒഴിഞ്ഞിരുന്നില്ല. അതൊരു സ്വപ്നമായിരുന്നില്ലെന്ന് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. പുറത്ത് കാറ്റിൻ്റെ ശക്തി കൂടി വന്നു. ജനലിലൂടെ അവൻ ഇരുട്ടിലേക്ക് നോക്കി.
ആ വലിയ തറവാട്ടിൽ താൻ തനിച്ചല്ലെന്നൊരു ഭയം ആദ്യമായി അവൻ്റെ ഉള്ളിൽ ഒരു വിത്തായി മുളപ്പൊട്ടി തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ രാത്രിയിലെ സംഭവം ഒരു ദുസ്വപ്നം പോലെ അവന് തോന്നി. പക്ഷേ അവൻ്റെ നെഞ്ചിലെ ഭാരം മാറിയിരുന്നില്ല. അവൻ മനഃപൂർവ്വം ആ ഇടനാഴിയുടെ അറ്റത്തുള്ള മുറിയിലേക്ക് നോക്കിയില്ല. പെട്ടി ഇപ്പോഴും അവിടെയുണ്ടെന്ന ഓർമ്മ അവനെ അസ്വസ്ഥനാക്കി. ആ പെട്ടി തുറക്കേണ്ട, അതിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കാം, അവൻ തീരുമാനിച്ചു. പകൽ മുഴുവൻ അവൻ ചെറിയ ജോലികൾ ചെയ്ത് സ്വയം തിരക്കിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ നിമിഷവും അവൻ്റെ കാതുകൾ വരാനിരുന്ന രാത്രിയെ കാത്തിരുന്നു. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. ഓരോ കാറ്റിലും അവൻ ആ സ്ത്രീയുടെ ശബ്ദം പ്രതീക്ഷിച്ചു. സന്ധ്യയായപ്പോൾ ഭയം വീണ്ടും അവൻ്റെ മേൽ കരിമ്പടം പോലെ വന്നു വീണു. അന്ന് രാത്രി അവൻ ഉറങ്ങാതിരിക്കാൻ തീരുമാനിച്ചു. മുറിയിലെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത് കയ്യിലൊരു പുസ്തകവും എടുത്ത് അവൻ കസേരയിലിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ക്ലോക്കിലെ സൂചികൾ ശബ്ദമുണ്ടാക്കുന്നത് പോലും അവൻ വ്യക്തമായി കേൾക്കാമായിരുന്നു. രാത്രിയുടെ നിശബ്ദത കനത്തു വന്നു. കൃത്യം അതേ സമയം, വീണ്ടും അതേ ശബ്ദം. പക്ഷേ ഇത്തവണ അത് കൂടുതൽ വ്യക്തമായിരുന്നു. അതിലൊരു യാചനയുടെ സ്വരമുണ്ടായിരുന്നു. ആനന്ദ് ശ്വാസമടക്കി പിടിച്ചിരുന്നു. അവൻ പ്രതികരിച്ചില്ല. വാതിലിനപ്പുറത്ത് ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ആ ശബ്ദം വീണ്ടും അവൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറി. ഇത്തവണ കൂടുതൽ യാചനയോടെ, വേദനയോടെ. മോനെ, ദയവായി വാതിൽ തുറക്കൂ, എനിക്ക് തണുക്കുന്നു, എന്നെ എൻ്റെ പെട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുപോ. ആ ശബ്ദം നിലച്ചപ്പോൾ ആനന്ദ് അനങ്ങാതെയിരുന്നു. അവൻ്റെ കണ്ണുകൾ വാതിലിൽ തറച്ചു നിന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. വാതിലിൻ്റെ അടിയിലൂടെ ഒരു നേർത്ത ഗന്ധം മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറുന്നു. പഴകിയ മുല്ലപ്പൂവിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ചേർന്നൊരു മണം. മരണവീടുകളെ ഓർമ്മിപ്പിക്കുന്ന മണം. ഇപ്പോൾ അവന് ഉറപ്പായി, ഇത് തൻ്റെ തോന്നലല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ വീട്ടിൽ മറ്റാരോ ഉണ്ട്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ സാന്നിധ്യം അറിയിക്കുന്ന ആരോ. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തതും ആനന്ദ് ഫോണെടുത്ത് അവൻ്റെ വല്യമ്മാവനെ വിളിച്ചു. കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാരണവർ. തറവാടിൻ്റെ ചരിത്രവും കഥകളുമെല്ലാം അറിയാവുന്ന ഒരേയൊരാൾ. കുറച്ച് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ആനന്ദ് മടിച്ചു ചോദിച്ചു, അമ്മാവ, നമ്മുടെ തറവാട്ടിലെ മച്ചിൽ ഒരു പഴയ മരപ്പെട്ടി ഉണ്ടായിരുന്നോ? പൂട്ടിവെച്ചൊരു പെട്ടി. ഫോണിൻ്റെ മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ വല്യമ്മാവൻ്റെ ശബ്ദത്തിൻ്റെ സ്വരം മാറി. അതിലൊരു ഗൗരവം നിറഞ്ഞു. നീ അതെങ്ങാനും തുറന്നോ? ഇല്ല, ആനന്ദ് വേഗം പറഞ്ഞു. ഞാനത് താഴെ ഇറക്കി വെച്ചതേയുള്ളൂ. എന്താ അമ്മാവ അത്? ആരുടേതാണത്? വല്യമ്മാവൻ ഒരു നെടുവീർപ്പോടെ പറയാൻ തുടങ്ങി. മോനെ, അത് രേവതി അമ്മയുടേതാണ്. നിന്റെ മുത്തശ്ശൻ്റെ പെങ്ങൾ. ഒരുപാട് കാലം മുൻപ് ജീവിച്ചിരുന്നതാ. ചെറുപ്പത്തിലെ വിധവയായി. ആകെയുണ്ടായിരുന്നൊരു കുട്ടി അസുഖം വന്ന് മരിച്ചുപോയി. അതോടെ അവരുടെ സമനില തെറ്റി. ആരോടും മിണ്ടാതെ, സംസാരിക്കാതെ ആ തറവാട്ടിൽ ഒതുങ്ങിക്കൂടി. അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ആ പെട്ടിയായിരുന്നു. അതിനെ അവർ ജീവനെ പോലെയാണ് കാത്തത്. അതിനകത്ത് എന്താണെന്ന് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അവർ മരിക്കുന്നതുവരെ ആ പെട്ടി അവരുടെ മുറിയിലുണ്ടായിരുന്നു. ഉറക്കത്തിൽ ഒരു ദിവസം അവർ മരിച്ചു. ശാന്തമായ മരണം. അതിനുശേഷമാണ് ആ വീട്ടുകാർ ആ പെട്ടി കണ്ടത്. എന്തുകൊണ്ടോ എല്ലാവർക്കും അതിനെയൊരു ഭയമായിരുന്നു. ആരും അത് തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വച്ചപ്പോൾ ആ പെട്ടി തുറക്കുന്നത് തറവാടിന് ദോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മന്ത്രത്താഴിട്ട് പൂട്ടി അതിനെ മച്ചിൽ കൊണ്ടുപോയി വെച്ചതാ. പിന്നെ ആരും അതിനെക്കുറിച്ച് ഓർത്തിട്ടില്ല ഇന്നേ വരെ. ആനന്ദിൻ്റെ തൊണ്ട വരണ്ടു. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോട് ചോദിച്ചു, രേവതി അമ്മ അവരെങ്ങനെയായിരുന്നു കാണാൻ? എനിക്ക് ഓർമ്മയുള്ള കാലത്ത് പ്രായമായിരുന്നു. എപ്പോഴും ഒരു തരം സങ്കടം മുഖത്ത് കാണും. അവർക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആനന്ദിൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ ഫോൺ ചെവിയിൽ മുറുകെ പിടിച്ചു. അമ്മാവൻ്റെ ശബ്ദം ഒരു മുന്നറിയിപ്പ് പോലെ മുഴങ്ങി. ആ പെട്ടി തുറക്കരുത് മോനെ. അതിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്ക്. ഏറ്റവും നല്ലത് നീ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാ. ആ വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് തങ്ങുന്നത് അത്ര ശരിയല്ല. ഫോൺ വെച്ചപ്പോൾ ആനന്ദിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. രേവതി അമ്മ. ആ പേര് അവൻ്റെ മനസ്സിൽ ഒരു മാറ്റൊലി പോലെ മുഴങ്ങി. അവരുടെ ആത്മാവാണ് തന്നോട് സംസാരിക്കുന്നത്. എന്തിന്? തിരിച്ചു പോകാൻ അവൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ എന്തോ ഒന്ന് അവനെ അവിടെ പിടിച്ചു നിർത്തി. ഈ രഹസ്യം അറിയാതെ തനിക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് അവന് തോന്നി. അന്ന് രാത്രി അവൻ തൻ്റെ കിടപ്പ് പ്രധാന ഹാളിലേക്ക് മാറ്റി. ആ ഇടനാഴിയിൽ നിന്നും ആ മുറികളിൽ നിന്നും കഴിയുന്നത്ര ദൂരെ. പക്ഷേ ഭയത്തിൽ നിന്ന് ഒളിക്കാൻ ഒരു വീടിൻ്റെ ചുവരുകൾക്ക് കഴിയില്ലല്ലോ. രാത്രിയുടെ യാമങ്ങളിൽ ആ ശബ്ദം അവനെ തേടി വീണ്ടും എത്തി. പക്ഷേ ഇത്തവണ അത് അവൻ്റെ മുറിയുടെ വാതിലിലായിരുന്നില്ല. ഇടനാഴിയുടെ അറ്റത്ത് ആ പെട്ടി ഇരിക്കുന്ന മുറിയുടെ വാതിലിലാണ് ആ ശബ്ദം കേട്ടത്. അതൊരു മുട്ടലായിരുന്നില്ല, അതൊരു മാന്തലായിരുന്നു. വാതിലിൻ്റെ മരത്തിൽ നഖങ്ങൾ കൊണ്ട് കോരി വലിക്കുന്നത് പോലെയുള്ള ഭയാനകമായ ശബ്ദം. അതോടൊപ്പം ഒരു ദീനമായ കരച്ചിലും. എന്നെ അകത്തേക്ക് വിട്.
ആ ശബ്ദം ഇനി സൗമ്യമോ ശാന്തമോ ആയിരുന്നില്ല. അതൊരു നിലവിളിയായിരുന്നു. നിരാശയും ദേഷ്യവും കലർന്ന ഒരു നിലവിളി. "നീ എന്തിനാ എന്നെ പുറത്താക്കിയത്? എനിക്കകത്തു പോകണം. എൻ്റെ പെട്ടിയുടെ അടുത്തേക്ക് പോകണം." ആ വാക്കുകൾ കേട്ടതും ആനന്ദിന്റെ തലച്ചോറിൽ ഒരു സത്യം കത്തിജ്വലിച്ചു. അവനൊരു ഭയാനകമായ കാര്യം തിരിച്ചറിഞ്ഞു. രേവതി അമ്മയുടെ ആത്മാവ് പെട്ടിയിൽ നിന്ന് പുറത്തു വന്നതല്ല. ആത്മാവ് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പെട്ടിക്ക് കാവലായി. അവൻ ആ പെട്ടിയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന്, അതായത് മച്ചിൽ നിന്ന് മാറ്റിയപ്പോൾ ആ കാവൽക്കാരിയെ അയാൾ അറിയാതെ തന്നെ ആ പെട്ടിയിൽ നിന്ന് വേർപെടുത്തി. അവളെ അയാൾ പുറത്താക്കി. ഇപ്പോൾ ആ ആത്മാവ് അതിൻ്റെ സ്ഥാനത്തേക്ക്, ആ പെട്ടിയുടെ അടുത്തേക്ക് തിരികെ പോകാൻ ഭ്രാന്തമായി ശ്രമിക്കുകയാണ്. അവൻ പുറത്താക്കിയത് ഒരു അതിഥിയെയല്ല, ആ വീടിൻ്റെ കാവൽക്കാരിയെയാണ്. ആ തിരിച്ചറിവ് അവനെ പൂർണ്ണമായി തളർത്തിക്കളഞ്ഞു. ആ വാതിലിലെ മാന്തലിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി, കൂടുതൽ ഭ്രാന്തമായി. ആ തറവാടിൻ്റെ തണുത്ത ചുവരുകൾക്കുള്ളിൽ അവൻ ഒറ്റയ്ക്കായിപ്പോയിരുന്നു. ചില നിമിഷങ്ങളിൽ ഭയം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ ഭയത്തിൻ്റെ പാരമ്യത്തിൽ നമുക്ക് അവിശ്വസനീയമായ ഒരു ധൈര്യം ലഭിക്കും. ആനന്ദിന് സംഭവിച്ചത് രണ്ടാമത്തേതായിരുന്നു. വാതിലിലെ ആ ഭ്രാന്തമായ മാന്തലും നിലവിളിയും അവന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇങ്ങനെ തുടരാനും കഴിയില്ല, എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഒരു നിമിഷത്തെ ഭ്രാന്തമായ ചിന്തയിൽ അവനൊരു തീരുമാനമെടുത്തു. അവർക്ക് വേണ്ടത് ആ പെട്ടിയാണ്. ആ പെട്ടിയുടെ അടുത്തേക്ക് തിരികെ പോകണം. ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് കൊടുത്താൽ ഈ ഭ്രാന്ത് അവസാനിച്ചേക്കും. ആ പെട്ടി തുറന്നു കൊടുത്താൽ അവർ ശാന്തരായേക്കും. അതൊരു ചൂതുകളിയായിരുന്നു, അവൻ്റെ ജീവൻ വെച്ചുള്ള ഒരു കളി. പുറത്ത് മുറ്റത്തു നിന്നും അവൻ ഒരു ഭാരമുള്ള ഒരു ഇരുമ്പ് ദണ്ട് കയ്യിലെടുത്തു. അവൻ്റെ ഹൃദയം നെഞ്ചിലിടിച്ച് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. തണുത്ത വിറയിൽ അവൻ്റെ ശരീരത്തിലൂടെ അരിച്ചു കയറി. അവൻ പതുക്കെ ആ ഇടനാഴിയിലൂടെ നടന്നു, പെട്ടിയിരിക്കുന്ന മുറിയുടെ അടുത്തേക്ക്. അവൻ ആ മുറിയുടെ വാതിലിനടുത്തേക്ക് എത്തിയതും മാന്തലിൻ്റെ ശബ്ദം പെട്ടെന്ന് നിന്നു. ആ ഭ്രാന്തമായ നിലവിളിയും നിലച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ മുറിയുടെ വാതിലിൻ്റെ കൊളുത്ത് നീക്കി. ഒരു ഞരക്കത്തോടെ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ കനത്ത തണുപ്പായിരുന്നു. നടുക്കായി ആ വലിയ മരപ്പെട്ടി ഒരു കറുത്ത രൂപം പോലെ ഇരിക്കുന്നു. അവൻ പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. വല്യമ്മാവൻ്റെ മുന്നറിയിപ്പ് അവൻ്റെ മനസ്സിൽ മുഴങ്ങി. പക്ഷേ പിന്മാറാൻ തോന്നിയില്ല. കയ്യിലിരുന്ന ഇരുമ്പ് തണ്ട് സർവ്വശക്തിയും എടുത്ത് അവൻ ആ പഴയ തുരുമ്പിച്ച പൂട്ടിന് നേരെ ആഞ്ഞടിച്ചു. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ പൂട്ട് പൊട്ടിച്ചിതറി. ശബ്ദം ആ പഴയ തറവാട്ടിൽ മുഴുവൻ പ്രതിധ്വനിച്ചു. ആനന്ദ് ഒരു നിമിഷം ശ്വാസമടിക്ക് നിന്നു. പിന്നെ പതുക്കെ വിറയലോടെ ആ പെട്ടിയുടെ ഭാരമുള്ള അടപ്പ് ഉയർത്തി. വർഷങ്ങളുടെ നിദ്രയ്ക്ക് ശേഷം അതൊരു ദീർഘനിശ്വാസത്തോടെ തുറന്നു. അവൻ ആകാംക്ഷയോടെയും ഭയത്തോടെയും അകത്തേക്ക് നോക്കി. അവൻ പ്രതീക്ഷിച്ചതുപോലെ ആഭരണങ്ങളോ അസ്ഥികൂടമോ നിധികളോ ആയിരുന്നില്ല അത്. പെട്ടിയുടെ ഉൾവശം മങ്ങിയ നിറത്തിലുള്ള പട്ടുകൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിനുള്ളിൽ ആകെ ഒരേയൊരു സാധനം മാത്രം. മരം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരു കൊച്ചുകുട്ടിയുടെ രൂപമുള്ള ഒരു പാവ. അതിന് ഭംഗിയുള്ള ഒരു പട്ടുടുപ്പ് അണിയിച്ചിരുന്നു. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ നിറം മങ്ങിയിരുന്നു. ആനന്ദ് ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. ഇതായിരുന്നോ അത്? ഇത്രയും കാലം ഒരു ആത്മാവ് കാവലിരുന്ന നിധി ഇതാണോ? അവൻ്റെ ഉള്ളിൽ നിരാശയും അമ്പരപ്പും നിറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ പിന്നിൽ നിന്ന് ഒരു നേർത്ത നെടുവീർപ്പിൻ്റെ ശബ്ദം അവൻ കേട്ടത്. ഒരു ആശ്വാസത്തിന് നെടുവീർപ്പ്. അവൻ ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ ഒരു പ്രകാശം പോലെ രേവതി അമ്മയുടെ രൂപം നിൽക്കുന്നു. ആ രൂപത്തിൻ്റെ കണ്ണുകൾ പെട്ടിക്കുള്ളിലെ പാവയിലായിരുന്നു. അവരുടെ മുഖത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായൊരു ശാന്തത നിഴലിച്ചിരുന്നു. ആ കണ്ണുകൾ അവനെ നോക്കി. അതിൽ വെറുപ്പോ ഭയമോ അല്ലായിരുന്നു, മറിച്ച് ഒരു തരം നന്ദിയോടെ നോക്കുന്നത് പോലെ തോന്നി. അവരുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്ന പോലെ. ആ പ്രകാശരൂപം പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങി. രേവതി അമ്മയുടെ ആത്മാവ് പൂർണ്ണമായും അപ്രത്യക്ഷമായപ്പോൾ ആനന്ദിന് ശ്വാസം നേരെ വീണു. എല്ലാം അവസാനിച്ചു. ആ ഭീകരമായ രാത്രിക്ക് അവസാനമായിരിക്കുന്നു. സമാധാനത്തോടെ അവൻ വീണ്ടും പെട്ടിക്കുള്ളിലേക്ക് നോക്കി. അവൻ്റെ ആശ്വാസം ഒരു നിമിഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. പെട്ടിക്കുള്ളിലിരുന്ന ആ മരപ്പാവയുടെ തല അത് വളരെ പതുക്കെ തനിയെ തിരിഞ്ഞ് അവൻ്റെ നേരെ നോക്കി. കണ്ണുകളുടെ സ്ഥാനത്തുള്ള 2 കറുത്ത പാടുകൾ അവനെ ഉറ്റുനോക്കി. അതിൻ്റെ മരം കൊണ്ടുള്ള ചുണ്ടുകൾ ഒരു ചിരിയുടെ രൂപത്തിൽ വിടർന്നു. ആനന്ദ് ഭയന്നു പിന്നോട്ട് വേച്ചുപോയി. അവൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. അവൻ്റെ തലച്ചോറിൽ ഭയാനകമായ ആ സത്യം ഒരു ഇടിമിന്നൽ പോലെ പതിച്ചു. രേവതി അമ്മ ആ പെട്ടിയിലേക്ക് തിരിച്ചു പോകാനല്ല ശ്രമിച്ചത്. അവർ ആ പെട്ടിയിരിക്കുന്ന മുറിയിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചത് ആ പെട്ടി ആരും തുറക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അവർ ആതിഥേയ ആയിരുന്നില്ല, അവർ കാവൽക്കാരിയായിരുന്നു. താക്കോൽ ദ്വാരമില്ലാത്ത ആ മന്ത്രപ്പൂട്ട് തകർത്തപ്പോൾ
അവൻ പുറത്തുവിട്ടത് സങ്കടം നിറഞ്ഞ ഒരു ആത്മാവിനെയല്ല, മറിച്ച് ആ ആത്മാവ് പതിറ്റാണ്ടുകളായി എന്തിനെയാണോ പൂട്ടിയിരുന്നത് അതിനെയാണ്. രേവതി അമ്മയുടെ ദൗത്യം പൂർത്തിയായപ്പോൾ അവർക്ക് മോക്ഷം ലഭിച്ചു. അവർ പോയി, അവനെ ആ ഭീകരസത്യത്തിൻ്റെ മുന്നിൽ തനിച്ചാക്കിക്കൊണ്ട്. ആനന്ദിന് ശ്വാസം നിലച്ചു. ആ പഴയ തറവാട്ടിലെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ പെട്ടിക്കുള്ളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം ഉയർന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ചിരി. അവൻ്റെ കാതുകളിലും തലച്ചോറിലും ആത്മാവിലും തുളച്ചു കയറുന്ന ഒരു ചിരി. ചില കഥകൾക്ക് കൃത്യമായൊരു അവസാനം ഉണ്ടാകില്ല. അവ ഒരു ചോദ്യചിഹ്നം പോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ആനന്ദിൻ്റെ കഥയും അങ്ങനെയായിരുന്നു. ആ പഴയ തറവാട്ടിലെ ഭീകരമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന ആ കൊച്ചുകുട്ടിയുടെ ചിരിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ആനന്ദിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതെ വന്നപ്പോൾ വല്യമ്മാവിൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു. അദ്ദേഹം പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് ആ തറവാട്ടിലെത്തിയപ്പോൾ അവരെ വരവേറ്റത് തുറന്നു കിടക്കുന്ന മുൻവാതിലിലായിരുന്നു. അകത്ത് ഇടനാഴിയുടെ അറ്റത്തുള്ള മുറിയിൽ ആ വലിയ മരപ്പെട്ടി തുറന്നു കിടന്നിരുന്നു. അതിൻ്റെ തകർന്ന പൂട്ട് നിലത്ത് ചിതറിക്കിടന്നു. പക്ഷേ ആനന്ദ് അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ബാഗും ഫോൺ ചാർജറും വസ്ത്രങ്ങളും എല്ലാം മുറിയിലുണ്ടായിരുന്നു. അവൻ ആ വീട് വിട്ടുപോയതിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പോലീസ് വീടും പരിസരവും അരിച്ചുപെറുക്കി. ഒരു തുമ്പും കിട്ടിയില്ല. ആരോടും പറയാതെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരനായി ആനന്ദ് ആ കേസ് ഫയലിൽ ഒതുങ്ങി. മാസങ്ങൾക്ക് ശേഷം വീട് നിൽക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ കുടുംബം തീരുമാനിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് സുരേഷ് വീട് കാണാനായി എത്തി. വല്യമ്മാവൻ തന്നെയാണ് അയാൾക്ക് താക്കോൽ കൊടുത്തത്. പക്ഷെ ആ വീടിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. സുരേഷ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു. അയാൾക്ക് പഴയ തറവാടുകൾ വെറും മരവും കല്ലും മാത്രമായിരുന്നു. അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. കാട് പിടിച്ച മുറ്റം വൃത്തിയാക്കാനുള്ള ചിലവ് മനസ്സിൽ കണക്കുകൂട്ടി. അകത്ത് കടന്നപ്പോൾ അയാൾക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. പൊടി പിടിച്ച ഒരു പഴയ വീട്, അത്രമാത്രം. അയാൾ ഓരോ മുറികളായി നടന്നു കണ്ടു. ഇടനാഴിയുടെ അറ്റത്തെ മുറിയിലെത്തിയപ്പോൾ തുറന്നു കിടക്കുന്ന ആ വലിയ പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തകർന്ന പൂട്ട് കണ്ടപ്പോൾ മുൻപ് ആരെങ്കിലും അതിക്രമിച്ച് കടന്നതാവാം എന്ന് അയാൾ ഊഹിച്ചു. പെട്ടിക്കുള്ളിലേക്ക് വെറുതെ ഒന്ന് നോക്കിയ അയാൾക്ക് അതൊരു സാധാരണ മരപ്പാവയായിട്ടാണ് തോന്നിയത്. അയാൾ അതിന് വലിയ വിലയൊന്നും കൽപ്പിച്ചില്ല. വീടിൻ്റെ പരിശോധനയെല്ലാം കഴിഞ്ഞ് കണക്കുകൾ മനസ്സിൽ കൂട്ടിയും കിഴിച്ചും സുരേഷ് പുറത്തിറങ്ങി. വാതിലടച്ച് പൂട്ടിയ ശേഷം അയാൾ തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. അയാൾ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് കേട്ടത്. മുകളിൽ നിന്ന്, ആ തറവാടിൻ്റെ മുകളിലത്തെ നിലയിലെ ജനലിൻ്റെ അടുത്ത് നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ കളിച്ചിരിയുടെ ശബ്ദം. സുരേഷ് ഒന്ന് ചിരിച്ചു. ഇവിടെ അടുത്തുള്ള വീട്ടിലെ പിള്ളേരാവാം. അയാൾ പിറുപിറുത്തു. അയാൾ തൻ്റെ കാർ മുന്നോട്ടെടുത്തു. റിയർ വ്യൂ മിററിലൂടെ ആ തറവാട് ചെറുതായി വരുന്നത് അയാൾ കണ്ടു. ആ വീടിന് എത്ര വില കിട്ടുമെന്ന് കണക്കുകൂട്ടുന്ന തിരക്കിലായിരുന്നു അയാളുടെ മനസ്സ്. അയാൾ അറിഞ്ഞിരുന്നില്ല ആ ചിരി അടുത്തുള്ള വീട്ടിൽ നിന്നായിരുന്നില്ലെന്ന്. അയാൾ അറിഞ്ഞിരുന്നില്ല പൊടി പിടിച്ച ജനലിൻ്റെ ചില്ലിലൂടെ ഒരു ജോഡി കറുത്ത കണ്ണുകൾ തൻ്റെ കാർ പോകുന്നതും നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നുവെന്ന്. പുതിയൊരു കളിക്കൂട്ടുകാരനെ കാത്തിരിക്കുന്ന ഒരു ചിരി.